ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ക്ലീനിങ്ങും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 9 മണിയാകുമ്പോഴത്തേന് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. 9:30 ആകുമ്പോഴത്തേന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഹോസ്പിറ്റലിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അവർ 9:30ക്കാണ് പോവുക. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. എൻ്റെ അനിയൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അവൻ്റെ അടുത്ത് അവർ പോകുമ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. പൂക്കോട്ടൂരും വെള്ളാമ്പ്രവും തമ്മിൽ 6 കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. അങ്ങനെ ദേ എൻ്റെ വീടെത്തിയ ഉടനെ തന്നെ ഞാൻ ആദ്യം ഒരു ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ്. ഞാൻ ഓടി പിടിച്ച് വന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മ ഇപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ ഞാനവിടെ കാറിൽ ഇരുത്തിയിട്ടാണ് അകമൊക്കെ ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോണത്. ഓനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും റോട്ടിലേക്ക് ഇങ്ങനെ ഓടും. അപ്പോൾ കാറിൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടാണ് അവിടെ കാറിൽ ഇരുത്തിയിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാണ്. പിന്നെ രാവിലത്തെ പുട്ടൊക്കെ ചായയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് രണ്ടുപേർക്കും കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലെ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. ബീഫ് കറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊളിച്ചെടുത്ത് ചീരുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ ഇറച്ചിക്കറി വെക്കാണ്. ഇറച്ചി മുറിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുക്കറൊന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് ചീരുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷമാണ് ഞാൻ വല്ലുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അതൊന്ന് വാടി വന്നപ്പോൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ചേർക്കേണ്ട മസാലപ്പൊടിയുടെ അളവൊക്കെ ഉമ്മച്ചി പോയപ്പോൾ പറഞ്ഞു തന്നിട്ടാണ് പോയിണത്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ടാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ബീഫൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ചു വെക്കാണ്. പിന്നെ തൈര് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും തൈര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ തൈര് ഒന്ന് കൂട്ടി വെക്കാണ്. ഫ്രിഡ്ജിൽ ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകും ക്യാരറ്റും ഒക്കെ തൈരിലോട്ട് അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. കട്ട കെട്ടിയിരിക്കുന്ന തൈര് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അവസാനമാണ് ഞാൻ മല്ലിച്ചപ്പ് കണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് തൈരിലോട്ട് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തു. പിന്നെ കിച്ചൺ ക്ലീനിങ് ആണ്. ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടായിരുന്നില്ല. ഉമ്മച്ചി കുറേയൊക്കെ നീറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ എനിക്ക് കഴുകി വെക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്.
അപ്പോത്തിന് തന്നെ ഓനെ എടുക്കാൻ വേണ്ടിയിട്ട് അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ട് കുളി കഴിഞ്ഞ് ഞാൻ കുക്കർ വന്ന് തുറന്നു നോക്കിയപ്പോൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അലങ്കാരത്തിന് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ അല്ലുവിനും മോനുനൊക്കെ ചോറ് കൊടുത്ത്. അതിനുശേഷം അല്ലുവിന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിനെ ഉറക്കി ഞാൻ വന്ന് നോക്കിയപ്പോൾ മോനും ഓൻ്റെ റൂമിൽ നല്ല കളിയായിരുന്നു. ഒരു 2:30 ആയപ്പോഴത്തേന് തന്നെ ഉപ്പയമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ സ്കൂൾ വിട്ടുന്നതിന് ശേഷമുള്ള സ്നേഹപ്രകടനമാണത്. രാത്രി എന്നെ കൊണ്ടുപോകാൻ കുഞ്ഞുമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പൊറാട്ടയും ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ബ്രദറാണ് സാധനങ്ങളൊക്കെ ടേബിൾക്ക് കൊണ്ടുവന്ന് വെക്കണത്. അപ്പോൾ അത് കണ്ടിട്ട് അല്ലുവിനും ഒരു പ്ലേറ്റിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി സ്റ്റീലിൻ്റെ പ്ലേറ്റിലിട്ട് കൊടുത്തതാണ്. ഓനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓൻ തന്നെ കൊണ്ടുവന്ന് വെക്കാണ്. ഫുള്ള് ഓൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചക്കത്തെ ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും പൊറാട്ടയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അടിച്ചു. പിന്നെ ഉപ്പാക്ക് വിളിച്ചപ്പോൾ ഉപ്പ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ. അങ്ങനെ ഉപ്പ വന്നപ്പോൾ കുഞ്ഞുമോനും ഉപ്പയെ സംസാരിച്ചിരിക്കുകയാണ്. ഇത് എന്നുള്ളൊരു സീനാണ് കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലും ഓല സംസാരം കഴിഞ്ഞിട്ട് ഓല ഇങ്ങോട്ട് ഇറങ്ങി കിട്ടൂല. തിരിച്ചു പോന്നപ്പോൾ മോന് ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് നമ്മൾ ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കോട്ടൂരും വെള്ളാമ്പലം തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളൊന്ന് കൊളായിക്കോട് ഒന്ന് കറങ്ങിയിട്ടാണ് അധികവും വീട്ടിലോട്ട് പോരുക വെറുതെ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ.